ഗൈസ് ജഫോടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു 8ൻ്റെ പണി കിട്ടുന്ന വീഡിയോ ആണ് എല്ലാ യൂട്യൂബേഴ്സിനും. അത് ചെറുത് വലുത് എന്ന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ചില ന്യൂ യൂട്യൂബേഴ്സിന് മാത്രമേ പ്രശ്നം കിട്ടൂ, നമ്മൾ ഒരുപാട് പൈസ മേടിക്കുന്ന നമ്മൾ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സാണ്, നമുക്കൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. പല അപ്ഡേഷൻ വരുന്ന സമയത്തും അത് സാധാരണ ബാധിക്കുന്നത് സാധാരണക്കാരായ അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരാറുള്ളത് അല്ലേ. വലിയ വലിയ യൂട്യൂബേഴ്സിന് അത് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ വാച്ചവറിൻ്റെ പ്രശ്നമല്ല, അങ്ങനെ ഒരുപാട് അപ്ഡേഷൻ വരുന്ന സമയത്തും അത് വലിയ വലിയ യൂട്യൂബേഴ്സിനെ വലുതായിട്ട് അങ്ങ് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ എല്ലാ യൂട്യൂബേഴ്സിനും ഒരേപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അപ്ഡേഷനാണ്. 2025 അതായത് ഈ ഒരു മാസം തുടക്കത്തിലാണ് ഈ ഒരു അപ്ഡേഷൻ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടൊരു അപ്ഡേഷനാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. നമ്മുടെ തമ്പനയിലെ ഡിസ്ക്രിപ്ഷൻ, ടാഗ്, ഈ കാര്യങ്ങൾ, ക്യാപ്ഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് മെറ്റാഡാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റാഡാറ്റ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൻ്റെ ടെർമിനേഷൻ വരെ, അത് ഒരു എന്താ പറയുക, മുന്നറിയിപ്പ് പോലും ഇല്ലാത്ത ചാനൽ ടെർമിനേഷന് വരെ ഒരു സാധ്യതയുണ്ട്. ആ ഒരു അപ്ഡേഷനാണ് ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെറ്റാഡാറ്റൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു തമ്പനയിലുമായി ബന്ധപ്പെട്ട്. അത് തമ്പനയിലുമായി ബന്ധപ്പെട്ട മാത്രം അപ്ഡേഷനായിരുന്നു വന്നിട്ടുള്ളത്. മെറ്റാഡാറ്റൻ്റെ ഉൾപ്പെടെ തന്നെയാണ് തമ്പനയിൽ. പക്ഷേ തമ്പനയിലകത്ത് നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയോ വീഡിയോ ആയി ബന്ധപ്പെട്ടില്ലാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കും എന്ന രീതിയിലാണ് നമുക്ക് അന്നേരം അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ആ വീഡിയോ മാത്രമാണ് ഡിലീറ്റ് ആക്കുന്നത്, അതിന് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്ന രീതിയിൽ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്കും കാര്യങ്ങളൊന്നും വരില്ല, നമ്മുടെ ഒരു വീഡിയോ റിമൂവ് ആയിപ്പോൾ യൂട്യൂബ് റിമൂവ് അത്ര മാത്രമുള്ളായിരുന്നു. പക്ഷേ അതുപോലെ അല്ല ഇത് തമ്പനയിലിനകത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല, അനാവശ്യമായ കാര്യങ്ങൾ എഴുതി പിടിക്കാൻ പാടില്ല. അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത്, നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെടാത്ത ഹാഷ്ടാഗുകൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും മിസ്ലീഡിങ് ഡാറ്റ ആയിട്ട് വരും. അതായത് മിസ്ലീഡിങ്, അത് നമുക്ക് അനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലില്ലാത്ത, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ടെക്ക് വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഞാനത് അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഏറ്റവും പുറത്തായിട്ട് ഇപ്പോൾ ഏറ്റവും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാർക്കോ. അപ്പോൾ ഞാൻ മാർക്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഹാഷ്ടാഗിനകത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ, അതായത് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഹാഷ്ടാഗ് ആക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം കൂടുതൽ സെർച്ചിങ്ങിൽ വരുന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ വീഡിയോ ആയിട്ട് അതുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ മാർക്കോയുടെ കാര്യങ്ങൾ എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഹാഷ്ടാഗ് ആക്കി കഴിഞ്ഞാൽ അത് മിസ്ലീഡിങ് ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണോ കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഹാഷ്ടാഗിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് കീവേഡ്സിൻ്റെ അകത്ത് നമ്മളറിയാം, നമ്മളിങ്ങനെ കോമയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഓരോ കീവേഡ്സ് ചെയ്തതിന് ശേഷം കോമയിട്ട് കൊടുക്കും. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കീവേഡ്സ് എഴുതുന്നുണ്ടെങ്കിൽ, നമ്മൾ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെർച്ചിങ്ങിൽ വരുന്ന കാര്യങ്ങൾ, നമ്മൾ ജസ്റ്റ് യൂട്യൂബ് സെർച്ച് നോക്കിയാൽ ഒരുപാട് രീതിയിൽ സെർച്ചിങ്ങിൽ വരും. ആ കാര്യങ്ങൾ അതേപോലെ എടുത്ത് എഴുതുന്നതാണ് കീവേഡ്സ്. അത് നമ്മൾ നമ്പർ ഇട്ട് അക്കമിട്ട് മാത്രമേ എഴുതാവുള്ളൂ. 1, 2, 3 എന്നുള്ള രീതിയിൽ അടിയിലായിട്ട് താഴോട്ട് എഴുതി വെക്കണം. അപ്പോൾ അതാണ് അടുത്തായിട്ടുള്ള പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ ഇതൊക്കെ യൂട്യൂബ് എപ്പോഴാണോ കണ്ടുപിടിക്കുന്ന സമയം നമുക്ക് ചാനലിൽ 8ൻ്റെ പണി കിട്ടുന്ന സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നുമില്ല നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് വരും. ആദ്യം ഒരു വാണിംഗ് തരും, വാണിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്ട്രൈക്ക് ആയിരിക്കും. പിന്നെ സ്ട്രൈക്കിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ചില സാഹചര്യങ്ങളിൽ എത്ര വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചാനൽ ടെർമിനേഷനിലോട്ട് തന്നെ പോകും. അതിന് വേറെ ഇളവോ കാര്യങ്ങളോ, യൂട്യൂബിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാലോ, ഒരിളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളതിൻ്റെ പുറകെ നമ്മുടെ ചാനൽ തിരിച്ചു പിടിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേരുകളാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചാനൽ തിരിച്ചെടുക്കണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കും. ചാനൽ തിരിച്ചെടുക്കാനും അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും യൂട്യൂബിന് മെയിൽ അയച്ചിട്ടൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കും. പക്ഷേ 3 സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ ചാനൽ നമുക്ക് ഒരു രീതിയിൽ ഒരാൾക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് അപ്പിലേക്ക് കൊടുത്തിടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ടാഗ്. നിങ്ങൾ അറിയാം, ഡിസ്ക്രിപ്ഷൻ ഹാഷ്ടാഗുകൾ, പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഹാഷ്ടാഗുകൾ, പിന്നെ നമുക്ക് കീവേഡ്സുകൾ, പിന്നെ വരുന്നത് നമ്മൾ ടാഗ് കൊടുക്കുന്നതാണ്. വീഡിയോ ആയി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അതും മിസ്ലീഡിങ് ഡാറ്റ ആയിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്യാപ്ഷനായാലും തമ്പനയിലായാലും ഈ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചാനൽ പോവും. അപ്പോൾ ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് മറ്റേ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് സൈറ്റുകളൊക്കെ പോയിട്ട് ആ ഹാഷ്ടാഗുകളും ആ കീവേഡ്സുകളൊക്കെ നേരെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് 8ൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വ്യൂ കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ 2025 മുതൽ അത് നടക്കത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സ്വന്തം കുത്തുന്ന അനുഭവിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അതിന്. അതാണ് അതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആൾക്കാർക്ക് ചാനലിൽ വേറെ പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള വീഡിയോസ്, പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ.